ഈ ക്വസ്റ്റ്യൻ നോക്ക് 0.40 എന്ന ദശാംശ സംഖ്യ പിന്നെ സംഖ്യ രൂപത്തിലാക്കുക. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എല്ലാവരും എളുപ്പമാണെന്ന് വിചാരിക്കും. എളുപ്പം തന്നെയാണ്, പക്ഷേ ചാടിക്കയറി നമ്മൾ തെറ്റിക്കും. എന്താണെന്നറിയോ? 0.40 എന്ന് കാണുമ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? 0.40 അല്ലേ, അപ്പം 4 എഴുതുക, 1 എഴുതുക, പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് 1 2 2 0 അങ്ങ് കൊടുക്കും. എന്നിട്ട് ഇതാണ് ആൻസർ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് തെറ്റാണ്. ബിക്കോസ് 0.40 എന്ന് പറയുമ്പോൾ എന്താ, 0.40 ആയാലും 0.400 ആയാലും 0.4000 ആയാലും അതിൻ്റെ എല്ലാം ആൻസർ എത്ര? 0.4 എന്നായിരിക്കും. ഇവിടുത്തെ ഈ സംഖ്യകളെല്ലാം എന്താ 0.4 ഈക്വലാണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണുമ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞൊരു പൂർണ്ണസംഖ്യ വന്നിട്ട് അതിനുശേഷം ഒരു പൂജ്യത്തിലാണ് അത് അവസാനിക്കുന്നതെങ്കിൽ ഉടനെ ഇങ്ങനെയൊന്നും ആൻസർ ചെയ്തരുത്. അപ്പോൾ നമുക്ക് 0.40 എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു 0.4 ഈക്വലാണ്. അപ്പോൾ എന്താ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 4/1 പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് വരുന്നത്, അപ്പോൾ ഒരു 0 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര? 4/10. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്ക് 4/100 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യ നമ്മൾ ദശാംശ രൂപത്തിൽ എഴുതാൻ പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 0.04 എന്നുള്ളതായിരിക്കും. അപ്പോൾ അത് കറക്റ്റ് അല്ലല്ലോ, തെറ്റല്ലേ? അപ്പോൾ 4/10 ആണെങ്കിൽ നമ്മൾ കറക്റ്റ് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 0.4 എന്ന് തന്നെ ആയിരിക്കും. വേറൊരു എക്സാമ്പിൾ നോക്കാം. 5.480. ഇതിനെ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? നമുക്ക് 5.48 ആക്കുക ആദ്യം. 5.48 എന്ന് പറയുമ്പോൾ ഈ സംഖ്യ അതുപോലെ എഴുതുക. 548 548 ഡിവൈഡ് ബൈ പോയിന്റിന് ശേഷം എത്ര പൂജ്യം ഉണ്ട്? 2. അപ്പോൾ 1 എഴുതി പോയിന്റിന് ശേഷം 2 പൂജ്യം കൊടുക്കുക. ഇനി വേറൊരു കണക്ക് നോക്കാം. 4.08. ഈ സംഖ്യ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാനാണ് ചോദിക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 0 നമുക്ക് പരിഗണിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4.08. അപ്പോൾ ഇതിനെ 408 എന്ന് എഴുതുക. ഡിവൈഡ് ബൈ ഈ 0 നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പോയിന്റ് കഴിഞ്ഞ് 08 2 ഡിജിറ്റ് വരുന്നുണ്ട്. 1 2 1 എഴുതി 2 0 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 5.4500 ഈ സംഖ്യ ഭിന്നസംഖ്യ രൂപത്തിലാക്കി എങ്ങനെ എഴുതാമെന്ന് കമൻറ്റ് ചെയ്യാം.